നമസ്കാരം. നമ്മളെല്ലാവരും ഭയപ്പെടുന്ന ഒരു രോഗമാണ് അൽഷിമേഴ്സ്. പലപ്പോഴും അൽഷിമേഴ്സ് ബാധിച്ചതിന് ശേഷമായിരിക്കും, അതല്ലെങ്കിൽ അത് രൂക്ഷമായതിന് ശേഷമായിരിക്കാം നമ്മളിൽ പലരും അത് മനസ്സിലാക്കുന്നത്. ഈ രോഗത്തെ നേരത്തെ മനസ്സിലാക്കാൻ ഒരു സംവിധാനങ്ങളും ഇവിടെ നിലവിലില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ UK-യിലെ ഒരു സംഘം ഗവേഷകരാണ് ഇത് നേരത്തെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന് ചിലവ് വളരെ കൂടുതലാണ്. എങ്കിലും നമുക്ക് കയ്യിൽ പണമുണ്ടെങ്കിൽ ഈ രോഗത്തിന് പ്രതിവിധിയായി എല്ലാ വർഷവും നമുക്ക് പരിശോധന നടത്താം. ഇത് വരാൻ സാധ്യത ഉണ്ട് എന്ന് മുന്നറിയിപ്പ് കിട്ടിയാൽ അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താനൊക്കെ തന്നെ സാധിക്കും. തലച്ചോറിൻ്റെ കോശഘടന വിശകലനം ചെയ്യുന്ന സ്കാനുകളുടെ പരമ്പരയിലൂടെയാണ് ഡോക്ടർമാർക്ക് തലച്ചോറിലെ മാറ്റങ്ങൾ വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു പുതിയ ഉപകരണം വന്നതോടെ വളരെ നേരത്തെ തന്നെ നമുക്ക് ഭാവിയിൽ അൽഷിമേഴ്സ് വരാൻ സാധ്യതയുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും അൽഷിമേഴ്സ് മൂലം ദുരിതം അനുഭവിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അൽഷിമേഴ്സ് ബാധിച്ച ഒരു വ്യക്തിയുടെ ഓർമ്മശക്തി ക്രമേണ ഇല്ലാതാവുകയും അവരുടെ ജീവിതം തന്നെ അങ്ങേറ്റം ദുസ്സഹമാകുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തുന്നത്. പലപ്പോഴും രോഗം മൂർച്ഛിച്ചതിന് ശേഷമായിരിക്കും നമ്മളിത് കണ്ടെത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിന്നെ ഇതിന് ചികിത്സ ലഭിക്കുകയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സംവിധാനം നിലവിൽ വരിക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ബ്രിട്ടനിൽ ഇതിനുള്ള ഔദ്യോഗിക അംഗീകാരം ഇനിയും ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. എന്നാൽ അമേരിക്ക ആകട്ടെ കഴിഞ്ഞ ജനുവരിയിൽ തന്നെ ഈ ഒരു സ്കാനിങ് ഉപയോഗിച്ചാണ് ഈ സാധ്യത കണ്ടുപിടിക്കുന്നത്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ തന്നെ അവർ ഇതിന് അനുമതി നൽകുകയും ചെയ്തിരുന്നു. നമ്മുടെ കയ്യിൽ പ്രതിവർഷം 60,000 പൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഇനി മുതൽ ബ്രിട്ടനിലെ ചില ക്ലിനിക്കുകളിൽ ഈ സംവിധാനം ലഭ്യമായിരിക്കും. അവിടെ പോയി നമുക്ക് വർഷാവർഷം ഇക്കാര്യം പരിശോധിക്കാം. ഭാവിയിൽ നമുക്ക് അൽഷിമേഴ്സ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഈ പരിശോധനയുടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ തലച്ചോറിൻ്റെ പുറം പാളിയിലുള്ള ചില ചലനങ്ങളാണ് ഇവിടെ പ്രധാനമായും നിരീക്ഷണ വിധേയമാക്കുന്നത്. അതിലൂടെയാണ് നമ്മുടെ അൽഷിമേഴ്സ് വരാനുള്ള സാധ്യത തന്നെ കണ്ടുപിടിക്കുന്നത്. തലച്ചോറിൽ പലപ്പോഴും അടിഞ്ഞുകൂടുന്ന ചില രാസവസ്തുക്കളാണ് അവിടെ തടസ്സമായി നിന്നുകൊണ്ട് ഈ അൽഷിമേഴ്സിന് കാരണമാകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിനെ ആദ്യമേ തന്നെ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. നമ്മുടെ ജീവിതശൈലിയിലൂടെ ഇത് മാറ്റാൻ കഴിയും. അങ്ങനെ നമുക്ക് ഈ അൽഷിമേഴ്സ് എന്ന ഈ ഒരു മനുഷ്യനെ എക്കാലത്തും പേടിപ്പിക്കുന്ന ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ ഒരുപാട് മാർഗങ്ങൾ ഇപ്പോൾ നമ്മുടെ മുന്നിൽ എത്തുകയാണ്. ഓക്സ്ഫോർഡ് ബ്രെയിൻ ഡയഗ്നോസിസ് എന്ന സ്ഥാപനമാണ് ഇപ്പോൾ ഈ ഒരു സ്കാനിങ് യന്ത്രവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ വിദഗ്ധ സേവനം അനുഷ്ഠിച്ചിരുന്ന പല ഡോക്ടർമാർ ചേർന്നാണ് ഈ ഒരു സംവിധാനം ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. സാധാരണയായി 50 വയസ്സിന് മുകളിലുള്ളവരെയാണ് ഈ അൽഷിമേഴ്സ് രോഗം ബാധിക്കാറുള്ളത്. 50 വയസ്സിന് മുകളിലുള്ള 20% പേർക്ക് ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ബ്രിട്ടനിൽ തന്നെ ഏതാണ്ട് 10 ലക്ഷത്തോളം പേർക്ക് ഓരോ വർഷവും അൽഷിമേഴ്സ് ബാധ ഉണ്ടാകുന്നു എന്നാണ് കണക്ക്. ഏതായാലും ഈ ഒരു പുതിയ സ്കാനിങ് സംവിധാനം ഉപയോഗിച്ച് നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ പ്രത്യാശാപരമായ ഒരു കാരണം അൽഷിമേഴ്സ് ബാധിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ തലച്ചോറ് ചുരുങ്ങുന്നതായി പലരിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മറ്റൊരു ആരോഗ്യ പ്രശ്നമാണ്. തലച്ചോറിൻ്റെ ആരോഗ്യം മോശമാകുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിൻ്റെ മറ്റെല്ലാവിധ പ്രവർത്തനങ്ങളും അവതാളത്തിലാവുന്നതാണ് സാധാരണഗതിയിൽ കണ്ടുവരാറുള്ളത്. അങ്ങനെയാണ് ഈ അൽഷിമേഴ്സ് അങ്ങേയറ്റം മാരകമായി മാറുന്നത്. ഇത് വരുന്ന രോഗികളിൽ വലിയ മറവി അവർക്കുണ്ടായിരിക്കും. ഓർക്കാൻ കഴിയുകയില്ല, തങ്ങൾ ആരാണെന്നുള്ളത് പോലും പലപ്പോഴും അവർ മറന്നു പോകാറുള്ള അവസ്ഥയിലേക്ക് പോകാറുണ്ട്. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അൽഷിമേഴ്സ് ബാധിച്ച ആളുകളുടെ അതിദയനീയമായ ഒരവസ്ഥ. ഏതായാലും ഇപ്പോൾ UK-യിലും അമേരിക്കയിലും ഒക്കെ പ്രാബല്യത്തിൽ വരുന്ന ഈ ഒരു സ്കാനിങ് സംവിധാനം നാളെ നമ്മുടെ രാജ്യത്തുമൊക്കെ വരികയാണെങ്കിൽ അത് ഒരുപാട് പേർക്ക് അൽഷിമേഴ്സ് വരാതെ തടയുന്നതിന് ഏറെ സഹായകരമാകും എന്നുള്ളത് ഉറപ്പാണ്.